വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് എന്താണ്, ഡസ് എവരി വൺ ഹാവ് അക്സസ് ടു ദ കോർട്ട്? എല്ലാവർക്കും നമ്മുടെ കോർട്ടിലേക്ക് പ്രവേശനമുണ്ടോ എന്നുള്ളതാണ്. ഡസ് എവരി വൺ ഹാവ് അക്സസ് ടു ദ കോർട്ട് എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. ഓൾ സിറ്റിസൺസ് ഓഫ് ഇന്ത്യ ക്യാൻ ആക്സസ് എ കോർട്ട് ഇൻ ദ കൺട്രി. എല്ലാ ഇന്ത്യക്കാർക്കും, ഏതൊരു ഇന്ത്യൻ പൗരനും നമുക്ക് കോടതി മുഖേന ന്യായനീതിക്ക് വേണ്ടിയുള്ള വ്യവസ്ഥ അനുകൂലമാണോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം യെസ് എന്ന് തന്നെയാണ്, അല്ലേ? ഓൾ സിറ്റിസൺ ഓഫ് ഇന്ത്യ ക്യാൻ ആക്സസ് എ കോർട്ട് ഇൻ ദിസ് കൺട്രി. ദിസ് ഇംപ്ലിഫൈസ് ദാറ്റ് എവറി സിറ്റിസൺ ഹാസ് ടു റൈറ്റ് ടു ജസ്റ്റിസ് ത്രൂ ദ കോർട്ട്. ഇതുമൂലം എന്താണ് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്? എല്ലാ സിറ്റിസണിനും കോടതി മുഖേന നീതിന്യായ വ്യവസ്ഥ ലഭിക്കാനുള്ള അവകാശവും അധികാരവുമുണ്ട്, അല്ലേ? അവർക്ക് നീതി വേണം, അവർക്ക് ന്യായം വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കോടതിയിൽ സമർപ്പിക്കാനുള്ള അവകാശം, അധികാരം എല്ലാ ഇന്ത്യൻ പൗരനും നൽകിയിട്ടുണ്ട്. ഹാസ് ടു റീഡ് ഏർലി കോർട്ട് പ്ലേ എ വെരി സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ദ പ്രൊട്ടക്റ്റിംഗ് അവർ ഫണ്ടമെൻ്റൽ റൈറ്റ്. നമ്മൾ ഇതിന് തൊട്ട് മുമ്പുള്ള പ്രീവിയസ് ക്ലാസ്സിൽ 3-4 വീഡിയോസിലൊക്കെ ഞാൻ കോടതിയെ പറ്റിയിട്ടുള്ള എന്നുവെച്ചാൽ ഒരു ജസ്റ്റിസ്, ഒരു ജുഡീഷ്യറിയെ പറ്റിയിട്ടുള്ള വീഡിയോസ് ആയിരുന്നു ഞാൻ കൂടുതലും ആഡ് ആക്കിയിട്ടുള്ളത്. ഓക്കെ, ഇനി ഡൗട്ടുള്ളവർക്ക് വേണ്ടി ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലേക്ക് കൊടുത്തേക്കാം. അതൊന്ന് റെഫർ ചെയ്തിട്ട് ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഓക്കെ, our fundamental right, if any citizen can believe that they are being violated, then they can approach the court for justice to be done with. While the courts are available for all in relative access to court has always been difficult to vast majority of the poor in India. ഏതൊരു പാവപ്പെട്ട തലത്തിലുള്ളൊരു വ്യക്തിക്കായാലും ഒരു ഫണ്ടമെൻ്റൽ റൈറ്റിന് വേണ്ടിയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക് കോടതി മുഖേന എന്തിനും ഏതിനും സമീപിക്കാനുള്ള അവകാശമുണ്ട്. ഇൻ കേസ് വേറൊരു വ്യക്തിയുമായിട്ട് കാരണം വയലേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ പോലും എന്ത് കേസുമായിക്കോട്ടെ അവർക്ക് അവരുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കേസുമായിട്ട് മുന്നോട്ട് പോകാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ദ സുപ്രീം കോർട്ട് ഇൻ ദ ഏർലി 1918s devised the mechanism of a public interest litigation or BPL. BPIL എന്ന് പറഞ്ഞാൽ എന്താണ്? പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻസ്. നമുക്കൊരു പെറ്റീഷൻ മുഖേന നമുക്കൊരു കേസ് ഫയൽ ചെയ്യാൻ എന്നുള്ളൊരു അധികാരമായിരുന്നു. ഓക്കെ, ഒരു സിംപ്ലസ്റ്റ് വേ ടു ഇൻക്രീസ് അക്സസ് ടു ജസ്റ്റിസ് ഇറ്റ് അലൗഡ് എനി ഇൻഡിവിജ്വൽ ഓർ ഓർഗനൈസ് ഓഫ് എ ഫയൽ ഓഫ് BIL ഇൻ എ ഹൈക്കോർട്ട് ഓർ എ സുപ്രീം കോർട്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ നമുക്ക് ഡിസ്ട്രിക്ട് കോർട്ടിലും സ്റ്റേറ്റ് കോർട്ടിലൊന്നും നമുക്ക് നമ്മുടേതായ രീതിയിലുള്ളൊരു ജസ്റ്റിസ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു പെറ്റീഷൻ മുഖേന എന്തിലോട്ട് പോകും? ഹൈക്കോർട്ടിലോട്ട് അല്ലെങ്കിൽ സുപ്രീം കോർട്ടിലോട്ട് കേസ് ഫയൽ ചെയ്യാം. ഓൺ ബിഹാഫ് ഓഫ് ദിസ് ദോസ് റൈറ്റ്സ് വെർ ബീങ് വയലേറ്റഡ് ദ ലീഗൽ പ്രോസസ് വാസ് ഗ്രേറ്റ്ലി സിംപ്ലിഫൈസ്ഡ് ആൻഡ് ഈവൻ ലെറ്റർ ഓർ ടെലിഗ്രാം അഡ്രസ്സും. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാനുള്ളൊരു പ്രോസസ്സാണ്. അല്ലെങ്കിൽ ഒരു ലെറ്റർ മുഖേനയോ അല്ലെങ്കിൽ ഒരു ടെലിഗ്രാം അഡ്രസ്സിലോട്ട് സുപ്രീം കോർട്ടിലോട്ട് ഹൈക്കോർട്ടിലോട്ട് ടെലിഗ്രാം അഡ്രസ്സിലോട്ട് നമുക്ക് BIL എന്ന് വെച്ചാൽ പബ്ലിക് ഇൻട്രസ്റ്റ് ലിഗേഷൻസ് ഒരു പെറ്റീഷൻ മുഖേന നമുക്ക് നൽകാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. ഓക്കെ, ജനങ്ങൾക്ക് വേണ്ടി ഏതും നിൽക്കാൻ സഹായത്തോടെ നമുക്ക് എന്തിനും നമ്മുടെ ജുഡീഷ്യറി സിസ്റ്റം എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് നമുക്ക് BIL എന്ന് പറയുന്നത്. ഓക്കെ, BILും FIRും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്. For the common person access to court in others to justify the court exercise of a crucial role in interpreting show in abacus or a court interpreted Article 21 of the Constitution of the right of a life including right of the food. Article 21 നമ്മൾ ഇതിന് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ റൈറ്റും കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? ലൈഫ് ടു ഇൻക്ലൂഡ് റൈറ്റ് ഓഫ് എ ഫുഡ് ദേ ബിഫോർ ഓർഡർ ദ സ്റ്റേറ്റ് ടേക്കൺ സർട്ടൺ സ്റ്റെപ്സ് ടു പ്രൊവൈഡ് ഫുഡ് ഓഫ് ദ ഓൾ ഇൻക്ലൂഡിങ് മിഡ് ഡേ മീൽസ് സ്കീം. ഇതിൻ്റെ ഒരു മിഡ് ഡേ മീൽ സ്കീമിനെ പറ്റിയും നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? However, there are also court judgment that people believe work against the best interest of the common person. നമുക്ക് ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്ത് സഹായം ചെയ്താലും അത് എന്താ പറയുക, കോടതി മുഖേനയാണെങ്കിലും അല്ലെങ്കിൽ പോലും ഒരു ജഡ്ജ്മെൻറ്റിന് വേണ്ടിയാണെങ്കിൽ പോലും ഇറ്റ് വാസ് ലൈക്ക് എ ഗ്രേറ്റ് ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ, ആക്ടിവിറ്റീസ് ഹു വർക്ക് ഓൺ ഇഷ്യൂസ് കൺസേണിങ് ദ റൈറ്റ് ഓഫ് ദ ഷെൽട്ടർ ആൻഡ് ഹൗസ് ഹോൾഡിങ് ദ പൂവർ ബിലീവ്. ഇപ്പോൾ ഒരാൾക്ക് എന്താണ് ഒരു ഷെൽട്ടർ ഇല്ല, ഒരു ഇതുമായിട്ടുണ്ടെങ്കിൽ ഒരു പേഴ്സൺ മാത്രമായിരിക്കില്ലല്ലോ ഒരു സമരം ചെയ്യുന്നത്. ഒരുപാട് ജനങ്ങൾ, ഒരുപാട് പേഴ്സൺസ് അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കില്ല നമുക്ക് സമരങ്ങളിലൂടെ നമുക്ക് പല അവകാശങ്ങളും നേടിയെടുക്കാനായിട്ടൊക്കെ നമുക്ക് സാധിക്കുന്നത്. സോ ഒറ്റൊരു പേഴ്സൺ മാത്രമല്ല, പാവങ്ങൾക്ക് വേണ്ടി പണക്കാർക്ക് വേണ്ടിയായാലും ജനങ്ങൾക്കൊപ്പം തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ അടിസ്ഥാനം. ഓക്കെ, ആൻഡ്
and a faraway cry of the early judgment, while recent judgment tend to of a view of a spam river has an encroached in the city. Early judgment like 1985 Olka Delhi's vs Bombay Municipal Corporation had right to protect the livelihood of a slum dwellers. ഇതൊരു എക്സാമ്പിളാണ് കേട്ടോ. നമ്മൾ ഇടയ്ക്ക് ബോംബെയിൽ നടന്നിട്ടുള്ളായിരുന്നു, 1985 നടന്ന ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു. സോ ആ ഒരു ടൈമിൽ മുനിസിപ്പൽ കോർപ്പറേഷൻസ് ആയിക്കോട്ടെ, ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷൻസ് ആയിക്കോട്ടെ, എല്ലാവരും സ്ലംസ് വേണ്ടി എന്ന് വെച്ചാൽ താഴെത്തട്ടിലുള്ളവർക്ക് വേണ്ടി ഒരുമിച്ച് നിന്ന് അവർ ഫൈറ്റ് ചെയ്തതിനെ പറ്റിയുള്ളൊരു ഇതാണ്. ഓക്കെ, ഒരു വ്യക്തിക്ക് വേണ്ടിയല്ല, ഒരു കുടുംബത്തിന് വേണ്ടിയല്ല, പല ജനങ്ങൾക്ക് വേണ്ടിയും ജനങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങി വന്ന് നടത്തിയൊരു പ്രതിഷേധമായിരുന്നു അത്. ഓക്കെ, അനദർ ഇഷ്യൂ ദാറ്റ് അഫക്റ്റ് ദ കോമൺ പേഴ്സൺ അസസ് ടു ജസ്റ്റിസിന് വേണ്ടി, അവർക്ക് നീതിന്യായത്തിന് വേണ്ടി ഉള്ളതായിരുന്നു. ഓക്കെ, ആ ഒരു എന്താണ് നമ്മുടെ ഒൽക്ക ടെലിസ് vs ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷനെ പറ്റി നടന്ന ആ ഒരു ടൈമിൽ നടന്നൊരു ചെറിയൊരു പേപ്പർ കട്ടിങ്ങാണ് കേട്ടോ. അത് നോക്കാം. The judgment of the Olka Venice vs Mumbai Municipal Corporation established the right to livelihood as a part of the right to life. ആർട്ടിക്കിൾ 21 പ്രകാരം റൈറ്റ് ടു ലിവിംഗ്ഹുഡ് ആൻഡ് റൈറ്റ് ടു ലൈഫിന് വേണ്ടിയായിരുന്നു അവർ മുന്നോട്ട് വന്നത്. The following excerpt from the major from the judgment point to the way in which the judgment linked the issues of the right to life and right to livelihood. The sweep of the right to life conversed with by the Article 21 is wide and far-reaching. Life means something more than mere animal's existence. It does not mean merely that life cannot be executed or taken away as, for example, by the imposition of the executive of the death sentence, except according to the produce established by law. That is but one aspect of the right of life. An equal importance fact of the right is the right to livelihood, because no reason can live without the means of living, that is the mean of livelihood. That the evaluations of a person's from a payment of the slum with invalidly led to the deprivations of the meanings of livelihood is the propositions which does not have to be established in each individual case. In the present case, that facts, constitution, imperial evidence, justice, the conclusion that the petitions living in the slum and the paved because they have small job or nurse in the city, and for them there is nowhere else to live. The choice of habit of a slum is the necessity of the place of work, and lose the payment of the slum is to lose the job. The conclusion therefore is the evidence of the petitions will be lead to the deliberations of the livelihood and the consequence of the prevention of the life. Thank you. Thanks for watching my video. Please like, share and subscribe my channel.